ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നിതാ ഞാൻ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. രാവിലെ മുതൽ രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം. അപ്പോൾ ഇതാ രാവിലെ 5:30 മണിയാണ് സമയം. പുറത്തൊക്കെ ഇരുട്ടാണ്, വെളിച്ചം വെച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു 5:30 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ രാവിലത്തെ നിസ്കാരം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഒരു 6 മണിക്ക് ശേഷമാണ് കേട്ടോ അടുക്കളയിലേക്ക് വരിക. അപ്പോൾ ഞാൻ 2 ആഴ്ചയായിട്ട് എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ പോകണ അന്ന് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു വേര് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വന്ന് നോക്കിയപ്പോൾ വേരൊക്കെ വന്നിട്ട് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ചട്ടിയിലോട്ട് മാറ്റണം. അപ്പോൾ ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യങ്ങളാണ് ജനലൊക്കെ ഒന്ന് തുറന്നിടും, കർട്ടൻസൊക്കെ ഒന്ന് കയറ്റി വെക്കും. എനിക്ക് ഇരുട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. എനിക്കെപ്പോഴും വീടിൻ്റെ ഉള്ളിൽ നല്ല വെളിച്ചം വേണം. അപ്പോൾ ആദ്യം ചെയ്യുന്നത് അതാണ് കേട്ടോ. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ആദ്യം ചായക്ക് വെള്ളം വെക്കും. അങ്ങനെ രാവിലെ എണീറ്റ് വന്നാൽ ഒരു ഗ്ലാസ് ചായ കുടിക്കണ പതിവൊന്നുമില്ല. ഓരോ മൂഡിനനുസരിച്ച് ചില ദിവസങ്ങളിൽ അങ്ങനെ കുടിക്കും, അല്ലെങ്കിൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് കൂടെ അങ്ങനെ കുടിക്കുള്ളൂ. അപ്പോൾ ചായക്ക് വെള്ളം വെച്ച് ഇനി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം. അപ്പോൾ ഇന്നും സാധാ അപ്പാണ് കേട്ടോ ചുടുന്നത്. കുട്ടികൾക്ക് കഴിക്കാൻ എന്നും അപ്പാണ് ഇഷ്ടം. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് തന്നെയാണ് അധികം ഉണ്ടാക്കാറ്. പിന്നെ എനിക്കത് ഉണ്ടാക്കാനും എളുപ്പമാണ്. ചില ദിവസങ്ങളിൽ തലേ ദിവസം കിടക്കുമ്പോൾ പച്ചരി വെള്ളത്തിലിട്ടിട്ട് രാവിലെ അത് അരച്ചിട്ട് അങ്ങനെ ചൂടും. അല്ലെങ്കിൽ അരിപ്പൊടി ഉണ്ടാവുമല്ലോ, അത് വെള്ളത്തിൽ കലക്കിയിട്ട് ലൂസിൽ കലക്കിയിട്ട് അങ്ങനെ അപ്പം ചൂടും. അപ്പോൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്. കുട്ടികൾ ഇതാണെങ്കിൽ കഴിക്കുകയും ചെയ്യും. അപ്പോൾ അധിക ദിവസങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാക്കൽ. അപ്പോൾ അപ്പം ചൂടൽ കഴിഞ്ഞപ്പോഴേക്കും അസുവ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അവൾക്കുള്ള ഫുഡ് കൊടുക്കും. ഇന്നിപ്പോൾ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ തേൻ കൂട്ടി കഴിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പം ഒന്ന് തേനും കൂട്ടിയിട്ട് അപ്പം കൊടുക്കണം. കറിയൊക്കെ ഉണ്ടാക്കിയാലും അധികം ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കൂട്ടിയിട്ട് തന്നെയാണ് കഴിക്കുക. പിന്നെ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതിനിടയിൽ കൂടെ സയാനും കൂടെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനക്കുള്ള ഫുഡുകൾക്ക് കൊടുക്കലും കൂടി കഴിഞ്ഞിട്ടാണ് പിന്നെ വീണ്ടും മുറ്റത്തേക്ക് തന്നെ വന്നത്. അപ്പോൾ ആദ്യം തന്നെ എല്ലാം ഒന്ന് കംപ്ലീറ്റ് അടിച്ചു വാരി റെഡിയാക്കി. പിന്നെ ഇന്നലെ രാത്രി കുട്ടികൾ മുറ്റത്തിരുന്നിട്ടാണ് ജ്യൂസ് കുടിക്കലും മുട്ടായി കഴിക്കലൊക്കെ ചെയ്തിരിക്കണം. അപ്പോൾ അതിൻ്റെ മധുരം കൊണ്ട് ഒരുപാട് രാവിലെ തന്നെ നല്ല ഈച്ച ശല്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളം പാർന്നിട്ട് ഒന്ന് അടിച്ച് മധുരമൊക്കെ ഒന്ന് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഈച്ച ഒന്നും വരില്ല. പിന്നെ ചെടികളൊക്കെ വെട്ടാനായിട്ട് ഉണ്ട്. ഒരു 4-5 മാസമായിട്ട് പിന്നെ വെട്ടിയിട്ടുണ്ടായിരുന്നില്ല, മഴ പെയ്തിട്ട് ശരിയാക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് വെട്ടിയിട്ട് ശരിയാക്കണം. ഇന്നിപ്പോൾ എന്തായാലും ചെയ്യില്ല, ഇന്ന് ഒരുപാട് വേറെ പണികളുള്ള ദിവസമാണ്. ഇനി ഈ ചെടികൾക്കൊക്കെ ഒരുപാട് ഇല ഉണങ്ങിയതും പഴുത്തതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി റെഡിയാക്കണം. അപ്പോൾ വേനലായതുകൊണ്ട് ഒരുപാട് ചെടികൾ കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. 2 നേരം വെള്ളം ഒഴിച്ചു കൊടുത്താലും ഒരുപാട് ചെടികൾ അങ്ങനെ നാശമായി പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഉള്ളത് ഇപ്പോൾ മഴയൊക്കെ പെയ്തതല്ല, അപ്പോൾ ഇനി ചെടിയൊക്കെ ഒന്ന് ലെവലാകും. അപ്പോൾ ഉള്ളതെല്ലാം ഒന്ന് റെഡിയാക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ വെയിൽ കൊള്ളാതിരിക്കാൻ കാർ ഷെഡിൽ മാറ്റിയിരുന്നു ഒരുപാട് ചെടികൾ ഇങ്ങനെ ഉണങ്ങിപ്പോണത് കണ്ടിട്ട്. അതൊക്കെ എടുത്തിട്ട് ഇനി മുറ്റത്തേക്ക് തന്നെ തിരിച്ച് വെക്കണം. അപ്പോൾ എല്ലാം കഴിഞ്ഞു. ചെടികളൊക്കെ മുറ്റത്തേക്ക് വെച്ചു. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്ഥലം മാറ്റും. ഇതിൻ്റെ ഓരോ മൂഡിനനുസരിച്ചിട്ട് ചെടികളും ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്ഥലം മാറ്റി വെക്കാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ ചെടിച്ചട്ടിയുടെ അടിയിൽ വെച്ച് കൊടുത്തിരുന്ന ട്രേ ആണ്. നല്ല വെയിലായപ്പോൾ നമ്മൾ വെള്ളം നനച്ച് കൊടുക്കുമ്പോൾ ഇതിലങ്ങനെ കുറച്ച് തങ്ങി നിൽക്കുമല്ലോ. അപ്പോൾ ഈ ചെടിക്ക് നല്ലതില്ലേ കരുതിയിട്ട് അങ്ങനെ വെച്ച് കൊടുത്തതായിരുന്നു. പിന്നെ സിറ്റൗട്ടിലൊക്കെ ചെടികൾ വെക്കുന്ന സമയത്ത് അങ്ങനെ വെച്ച് കൊടുത്തതായിരുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. ഇനി ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മഴ പെയ്ത് വെള്ളം നിറയും, പിന്നെ കൊതുക് വന്ന് മുട്ടയിടും, പിന്നെ അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടല്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ കഴുകി മാറ്റി വെക്കണം. ഇനിയിപ്പോൾ അത് ഇപ്പോഴൊന്നും ആവശ്യമില്ല ഇതിൻ്റെ. അപ്പോൾ അതൊക്കെ ചെയ്യണം. ഇനി എനിക്കിവിടെ ഫുഡൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പുറത്ത് തറവാട്ടിൽ ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ അവിടെ തേങ്ങാച്ചോറും ബീഫൊക്കെ വെക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു ഉമ്മ. അപ്പോൾ ഇന്ന് ഫുഡ് കഴിക്കാൻ അങ്ങോട്ടാണ് പോവുക. അപ്പോൾ പിന്നെ ഇവിടെ ഞാനൊന്നും ഉണ്ടാക്കില്ല. ഇനി അടുത്തത് ബെഡ്ഷീറ്റും പില്ലോ കവറും എല്ലാം ഒന്ന് വാഷ് ചെയ്തിട്ട് എടുക്കണം. വീടടച്ച് പോയതുകൊണ്ട് തന്നെ നല്ല പൊടി പിടിച്ചിട്ടുണ്ടാവും. കാണാനൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം പൊടി ഉണ്ടാവും. പിന്നെ ചെറിയ കുട്ടികളല്ലേ, പെട്ടെന്നുണ്ട് അലർജിയൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം ഒന്ന് വാഷ് ചെയ്തിട്ട് എടുക്കണം.
ഇതൊക്കെ ചെയ്യുമ്പോഴും കൂടെ 2 കുട്ടികളുണ്ട് കേട്ടോ, എല്ലാത്തിനും ഹെൽപ്പിനായിട്ട്. ഇനിയിപ്പോൾ ഉള്ളിലേക്ക് കയറണം, പിന്നെ എല്ലാം ഒന്ന് അടിച്ചു വാരി തുടച്ച് റെഡിയാക്കിയിട്ടിടണം. നല്ല പൊടി ഉണ്ടാകും, കാണാനൊന്നുമില്ലെങ്കിലും എല്ലായിടത്തും തൊട്ട് നോക്കുമ്പോൾ അറിയാം നല്ല പൊടി പിടിച്ച് കിടക്കുന്നുണ്ടാകും. അപ്പോൾ എല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കണം. പെട്ടെന്ന് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ നല്ല ക്ലീനായിട്ട് തോന്നും. പക്ഷെ നമ്മൾ ഓരോന്നും ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ അപ്പോൾ എല്ലായിടത്തും പൊടിയും മാറാലയും അങ്ങനെ ഒരുപാട് ക്ലീനാക്കാനുണ്ടാകും. അപ്പോൾ ഇന്ന് ഇപ്പോൾ എന്തായാലും ഫുഡ് ഉണ്ടാക്കണ്ടല്ലോ, അപ്പോൾ ഇന്ന് ഫുള്ളായിട്ട് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എല്ലാ പണികളും തീർന്നു. അടിച്ചു വാരലും തുടക്കലും അങ്ങനെ എല്ലാം തീർന്നു. ഇനിയിപ്പോൾ ഇന്ന് വലിയ പണികളൊന്നും ഉണ്ടാകില്ല. ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ഇന്നത്തെ ഒരു ദിവസം ഫുള്ളിങ്ങനെ ക്ലീനായിട്ട് കിടക്കും. പിന്നെ കുട്ടികൾ ഓല് ടോയ്സ് എടുത്തിട്ടേ കളിക്കുള്ളൂ, അത് വലിച്ചു വാരിയിടും. പക്ഷേ കളി കഴിഞ്ഞാൽ അത് തിരിച്ച് പെറുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വീട് ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കില്ല. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കലും ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വൈകുന്നേരമായി. അപ്പോൾ ചെറിയ പഴം ഉണ്ടായിരുന്നു, അത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ പ്രാണികളുണ്ടാവില്ല, അത് വന്നിരിക്കും. അപ്പോൾ അതങ്ങനെ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചതായിരുന്നു. ഇനി അതുകൊണ്ട് 4 മണി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് എടുക്കണം. അപ്പോൾ പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് അത് തീർന്നു, ഇങ്ങനെ കറുത്തിരിക്കേണ്ട കാര്യമല്ല കേട്ടോ. അപ്പോൾ പഴം നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് മൈദപ്പൊടിയാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. മൈദപ്പൊടിക്ക് പകരം ആട്ടപ്പൊടി ഉണ്ടല്ലോ, ഗോതമ്പ് പൊടി, അത് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ മൈദപ്പൊടിയാണ് കയ്യിലുണ്ടായിരുന്നത്, അതുകൊണ്ട് അത് ചേർത്ത് കൊടുത്തതാണ്. ഇനി ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ മാത്രം കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. സോഡാപ്പൊടി അങ്ങനെ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഈ ഒരു കട്ടിക്ക് വേണം കേട്ടോ മാവ് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ചൂടായി വരുമ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാവണം കേട്ടോ. എന്നിട്ട് ഓരോ സ്പൂണ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഷേപ്പൊന്നും വേണ്ട, ഷേപ്പിലൊന്നും കാര്യമല്ലല്ലോ. അപ്പോൾ സ്പൂണിൻ്റെ പെട്ടെന്ന് മാവ് വിട്ട് പോരാൻ ഇടയ്ക്കൊന്ന് പച്ചവെള്ളത്തിൽ മുക്കി കൊടുത്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇട്ട് കൊടുക്കുന്ന സമയത്ത് എന്തായാലും ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. എന്നിട്ട് പിന്നെ തീയൊന്ന് ചെറുതാക്കി കൊടുക്കണം, എങ്കിലേ ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ശരിക്കും വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അത് അവിടെ കിടന്ന് വേവണ സമയം കൊണ്ട് കുട്ടികൾ എണീറ്റ് വരുമ്പോഴത്തേന് അവർക്കുള്ള പാല് റെഡിയാക്കി കൊടുക്കണം. അപ്പോൾ ഈ ഒരു കളറായി വരുമ്പോൾ ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റും, എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് പാലൊക്കെ തിളച്ച്, അപ്പോൾ ഇനി കുട്ടികൾക്ക് വൈകുന്നേരത്ത് ബൂസ്റ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ അവർക്കുള്ള ബൂസ്റ്റും കൂടി റെഡിയാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും രണ്ടാളും ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എണീറ്റ് പാടെ ചായയും ഇതും കൊടുത്താൽ കുടിക്കില്ല. അപ്പോൾ അതുപോലെ മൂഡൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കണം. ഇല്ല കേട്ടോ. താങ്ക് യു. അങ്ങനെ അവർക്കുള്ള ചായയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും മുറ്റത്തേക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞിരുന്നില്ലേ വേനലായിട്ട് കുറേ ചെടികൾ അങ്ങനെ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഈ ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് ഇനി പുതിയ ചെടികൾ വെക്കണം. ഇന്ന് മഴ പെയ്ത് തുടങ്ങിയ ഇനിയിപ്പോൾ ഇതൊക്കെ പിടിച്ച് കിട്ടുമെന്ന് കരുതുന്നു. അപ്പോൾ കുറച്ച് ചെടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് മണ്ണിൽ വെച്ച് കൊടുക്കണം. ഈ ചെടിയൊക്കെ പിടിച്ച് കാണുമ്പോൾ അപ്പോൾ പിന്നെ വീണ്ടും ഇങ്ങനെ വെക്കാൻ തോന്നും. പക്ഷേ ഒക്കെ ഇങ്ങനെ കരിഞ്ഞ് നശിച്ചു പോണ കാണുമ്പോൾ ഒരു സങ്കടമാണ്. അപ്പോൾ പിന്നെ ചെടി ഉണ്ടാക്കേണ്ട ആ ഇൻട്രസ്റ്റ് അത് പോയി കിട്ടും. അപ്പോൾ ഇപ്പോൾ മഴ ആയതുകൊണ്ട് ഉണ്ടാവുമെന്ന് കരുതിയിട്ട് വെച്ച് കൊടുക്കുകയാണ്.
ഇതിപ്പോൾ വൈകുന്നേരം ഒരു 5 മണി സമയമൊക്കെ ആയി. അപ്പോൾ ഇനി ഒരു മുക്കാൽ മണിക്കൂറോളം ഇവർ മുറ്റത്ത് കൂടെ അങ്ങനെ കളിക്കും. എടി പതുക്കെ. അങ്ങനെ മഗ്‌രിബ് ബാങ്ക് കൊടുത്തു. ഞങ്ങളെ നിസ്കാരം എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ബുക്സ് പൊതിയാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും ദിവസമായിട്ടും ഇത് പൊതിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കൊടുന്ന് അങ്ങനെ വെച്ചതായിരുന്നു. അപ്പോൾ ഇനി സ്കൂൾ തുറക്കാൻ 2 ദിവസം കൂടിയല്ലേ ബാക്കിയുള്ളൂ. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഓരോരോ തിരക്കുകളാകും. അപ്പോൾ സയാൻ എന്തായാലും നല്ല കളിയിലാണ്. അപ്പോൾ എൻ്റെ കളി കഴിയുമ്പോഴത്തേനും എനിക്കിവിടെ പൊതിഞ്ഞ് തീർക്കണം. അപ്പോൾ ആദ്യത്തെ ബുക്ക് തന്നെ കൊളാക്കിയിട്ട് പൊതിഞ്ഞ് വെച്ചു. ഉള്ളിലത്തെ പേജ് കൂട്ടിയിട്ട് പൊതിഞ്ഞു. സത്യം പറഞ്ഞാൽ ഈ ബുക്സ് പൊതിയണീൻ്റെ സ്റ്റെപ്പുകളൊക്കെ മറന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ. എന്തായാലും ഒരു 6-7 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് പോയിന്ന് അതേ എക്സൈറ്റ്മെൻറ്റാണ് ഇപ്പോൾ എനിക്കുള്ളത്. ഇവളാണ് സ്കൂളിൽ പോകണമെന്നെങ്കിലും എല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ അതേ ഒരു എക്സൈറ്റ്മെൻറ്റിലൂടെയാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടെ ചെയ്യാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം.